ഭക്തജനങ്ങളെ പാറമ്പ ശ്രീ ചാമുണ്ടേശ്വരി ദേവസ്ഥാനത്തിൽ വർഷങ്ങളായി കൊണ്ടാടപ്പെടുന്ന നാളെയും പണിയുണ്ടേ. ഇന്ന് കാവല് തെയ്യല്ലേ, വരൂലേ? നോക്കട്ടെ, കുറേ അങ്ങോട്ടല്ല ഇറങ്ങിയിട്ട്. അപ്പനും കുട്ടി വരില്ല ലക്ഷ്മിട്ടി? 22 തീയതികളിലായി ഭക്തിയാദരപൂർവം കൊണ്ടാടപ്പെടുകയാണ്. എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിയാദരപൂർവം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. എന്താ നമ്മൾ എത്ര വൈകിയത്? ക്ലാസ് ഉണ്ടായിരുന്നു. കൊല്ലവർഷം 1177 മേടം 8-9 2022 ഏപ്രിൽ 21 22. നാളെ ഒരു കാര്യം ചെയ്യാം, ഞാൻ നാളെ ഒരാളെ കൂട്ടിട്ട് വന്നിട്ട് രാമ പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം രാഘവ മനോഹര മനോഭിരാമ പാഹിമാം മുത്തശ്ശി രാവണാന്തക. ഇല്ല മോനെ, എനിക്ക് ആ തണുപ്പത്തിരിക്കാൻ വയ്യ. മുത്തശ്ശി, രാവണാന്തക. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? തെയ്യം ശരിക്കും ദൈവമാണോ? എനിക്കും കളിക്കണം തെയ്യം. അയ്യോ, അങ്ങനെയൊന്നും പറയരുത് മോനെ, ദോഷമാ. അപ്പോ വന്ന് സമയം പോയി, അച്ഛൻ വിളിച്ചോണ്ടിരിക്കുന്നു. അമ്മേ, പോയിട്ട് വരാം. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടേ, കഴിക്കണേ. നോക്കിയിട്ട് പോ. മുത്തശ്ശി, ടാറ്റാ. ടാറ്റ. ഓനറിയോ, അച്ഛനോട് കുട്ടിക്കാലത്തെ തേങ്ങ വരുമ്പോ ഒരുപാട് ഇതാര് സോതന്നല്ലേ? എന്നാ നിങ്ങൾ നടന്നോ, ഞാൻ അങ്ങോട്ട് വരാം. പിന്നെ എന്തൊക്കെ ഉണ്ടോ? ഇതേവണ്ണം നടത്തി വരണ്ടായ ആ യോഗ്യവും ഭാഗ്യവും ഒപ്പത്തിനാലും വായത്ത് വളവീരം ദൈവം തരുന്നുണ്ട്. ഇതിനാണ് പോണ്ടേ? പോയിട്ട് നാളെ അന്ന് പാർവതി പരമേശ്വരൻ ദൃഷ്ടിച്ചിരിക്കുന്നതായ ശ്രദ്ധിച്ച് നടക്ക്. തീയൊക്കെ കണ്ടില്ലേ? അപ്പൂ, എങ്കിലും ഇരിക്കട്ടെ, നിന്നെയാണ് ഞാൻ ദർശനം കണ്ടത്. അമ്മേ, തെയ്യം എന്തിനാ കോഴിയെ തിന്നുന്നേ? എനിക്കറിയില്ല മോനെ അതൊന്നും. അമ്മേ, ഈ തെയ്യം എന്തിനാ തീയിൽ തൊടുന്നേ? ഒന്നും മിണ്ടാതിരുന്ന് കഴിച്ചിട്ട് പോകാൻ നോക്ക്. ഇത് കഴിക്കാതെ എങ്ങോട്ട് പോന്നടാ? ഞാനും കൂടി വലിക്കാൻ, നിങ്ങൾ പുറകോട്ട് വലിച്ചാൽ വന്ന് കളച്ചിട്ട് തോട്ടിയെടുത്തൊന്ന് മാറ്റി വെച്ചടാ. ഡാ, ഇത് ഞാൻ ഇന്നലെ തെയ്യത്തിന് പോയപ്പോ വാങ്ങിയതാ. കാണിച്ചാടാ. വാങ്ങിയല്ലോ. ആണോ? എന്നാ പോയി എടുത്തിട്ട് വാടാ. കറ്റം കൊണ്ട് കാപ്പി കുടിക്കാനായില്ലേ രാജു? ഇത് രണ്ടെണ്ണം ഇട്ട് കഴിഞ്ഞിട്ട് കുടിക്കാം. നമുക്ക് തെയ്യം കളിക്കാം. ഓടിയോടാ കണ്ണാ, നമുക്ക് തെയ്യം കളിക്കാം. ഈ വർഷം അടുത്ത് കുറവ് കേട്ടോ. എന്താ പരിപാടി? എന്ത് പരിപാടി? തമാശയല്ലേ? തെയ്യം നിങ്ങൾ പിള്ളേത് ഇവിടെ പോണ വീട്ടിലേക്ക്. നിങ്ങൾക്ക് എന്താ തമാശ കളിയത്? തെയ്യം സാറാണ് കാവലുണ്ട്. മുത്തശ്ശി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? തെയ്യം കളിച്ചാൽ എന്തെങ്കിലും ആവോ? എനിക്കറിയില്ല മോനെ. അതാ രാജു, എല്ലാ തെയ്യം കിട്ടുന്ന ആളല്ലേ, മുമ്പ് ചോദിക്ക്. നേരത്തെ തെയ്യം കെട്ടിട്ട് വഴക്ക് പറഞ്ഞു വിട്ടാ വരെ. ഓ, അതാണോ ഇത്ര നേരത്തെ ഓടിക്കളിച്ചോണ്ട് വന്നത്? മോനെ, തെയ്യം ഒന്നും കളിച്ചുകൂടാ, അതൊക്കെ ദൈവമല്ലേ മോനെ.
കാണുന്ന സ്ഥലത്ത് 20 എണ്ണം. അതങ്ങനെ വെച്ച് ചെയ്യാം. ഇതാ അവിടെ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അത് നോക്കിയിട്ട് തന്നെ ചെയ്തോ. ഈ പിള്ളേർ പിന്നെയും തുടങ്ങിയ ഇവരോട് ഞാൻ കളിക്കാൻ ഇന്നലെ കൂടി ഞാൻ ചെയ്ത് പറഞ്ഞു വിട്ടാണ് വരെ. ഇവർക്ക് അറിയില്ല ഈ തെയ്യം കളിച്ച് എന്ത് ഉണ്ടാവുന്നത്. പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല പിള്ളേർക്ക്. ലക്ഷ്മി, ആ അമ്മേ, അപ്പു ഇവിടെ? അതല്ലേ അകത്ത് മുഖവും വീർപ്പിച്ചിരിക്കുന്നു. നേരം വെളുത്ത് ഒന്നും കഴിച്ചിട്ടില്ല അവൻ. അപ്പു, അപ്പു, അമ്മ വിളിക്കുന്ന കേട്ടില്ലേ? എണീക്ക്. ഇന്ന് തെയ്യത്തിന്റെ അവസാനത്തെ ദിവസല്ലേ, മോന് കാവ് പോണ്ടേ? എണീക്ക്. അമ്മേ, അമ്മേ, അമ്മേ. എന്താടാ? എനിക്ക് ഈടെല്ലാം മൊത്തം ചൊറിയുന്നു. ഇനി വെള്ളത്തിൽ എന്തെങ്കിലും ഉണ്ടായോ? അല്ല അമ്മേ, ഈടെല്ലാം. അതിപ്പോ എന്തേലും വല്ല പുഴുവും മുട്ടിയോ? എന്താ ലക്ഷ്മി? ഇതാ ഇവന് മൊത്തം ചൊറിയുന്നേ. ഇത് എന്താണോ എന്തോ. എന്താ ഇന്നേരം തെയ്യത്തിന് ആ, മുന്നിൽ ഇവ മൊത്തം ചൊറിഞ്ഞോണ്ട് നിക്കുന്നു. തെയ്യം കെട്ടി കളിക്ക്. ഇതല്ല, ഇതിലപ്പുറവും വരും. നീ ചൂലെടുത്തവന് തല്ലിക്ക്. കൂളി കൂടിയതാ. അപ്പോ വേഗം നടക്ക്. എവിടെയാണ് നിങ്ങൾ ഓടുന്നത്? എന്താടാ? എടാ, കുട്ടാപ്പിയുടെ അച്ഛൻ വിട്ടില്ല. അതിനെന്താ, നമുക്ക് കളിക്കാം. കൊച്ചിങ്ങോട്ട് വരണ്ടാണല്ലോ പറഞ്ഞേ. കുഴപ്പമാവൂലടാ. എന്ത് കുഴപ്പം? ഇതിനു പിന്നെ കളിച്ചപ്പോൾ നമുക്കൊന്നും ആയില്ലല്ലോ. എടാ, എന്തോ ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. എന്താ വെച്ചാ? എനിക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. എടാ, ഓടിക്കോടാ. ഓടല്ലടാ, നിക്ക്.
പച്ചോല കൊണ്ടുള്ള മെയ്മിനുക്കും ചായങ്ങൾ കൊണ്ടുള്ള മുഖത്തെഴുത്തും കൊണ്ടുറഞ്ഞാടുന്നവർ വെറും തെയ്യക്കോലങ്ങളല്ല, വേദനിക്കുന്ന ഹൃദയത്തിന് സാന്ത്വനമാകാനും വിളിച്ചാൽ വിളിപ്പുറത്തെത്താനും മനസ്സറിഞ്ഞാരാധിച്ചാൽ ദർശനം നൽകുന്നവനുമാണ് ദൈവം.